ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിഭവം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് തയ്യാറാക്കി നോക്കാം. അത്രയും ഈസിയാണ്, അത്രയും ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്വീറ്റായിട്ടും സ്നാക്കായിട്ടൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിന്ന് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് അതൊരു മീഡിയം സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം വലിച്ചെടുക്കും ക്യാരറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പമുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞ ശേഷം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് വേവിക്കുമ്പം കുറഞ്ഞ വെള്ളത്തിൽ വേവിക്കുക. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനുണ്ട്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ക്യാരറ്റ് വല്ലാണ്ട് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് അത്രയും ഭയങ്കര സോഫ്റ്റായിട്ട് അത് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഞാനിത് വേവിക്കാൻ വയ്ക്കുകയാണ്. ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് അവിടെ വേവിക്കാൻ വെച്ചാൽ മതി. നന്നായിട്ട് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കി എല്ലാ ചേരുവകളും കൂടി ഞാൻ ഇപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ബ്ലെൻഡറിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 3 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബീറ്റർ വെച്ചിട്ട് ചെയ്താൽ അങ്ങനെ ഒരു കളർ ഡിഫറൻസിൽ വരുള്ളൂ. അപ്പോൾ ആദ്യം മഞ്ഞ വരും, പിന്നെ വൈറ്റ് കളറിലായിരിക്കും ഇത് പതപ്പിച്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് പതഞ്ഞ ശേഷം ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാലേ നന്നായിട്ട് പഞ്ചസാര മിക്സായി കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബ്ലെൻഡറിലാണ് ഇത് ചെയ്തെടുക്കുന്നതെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് വേണം മുട്ടയുടെ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ മുട്ട മിക്സ്ചർ. നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 4 ടീസ്പൂൺ നിറയെ പാൽപ്പൊടിയാണ്. അപ്പോൾ ഇനി അഥവാ നിങ്ങളടുത്ത് പാൽപ്പൊടി ഇല്ല എന്നാണെങ്കിൽ നിങ്ങളതിന് പകരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പാൽപ്പൊടി സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം കുറച്ചുകൂടെ കൂടുതൽ മൈദ ചേർക്കാനുണ്ട്. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് 5 ടീസ്പൂണ് നിറയെ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ എടുക്കട്ടോ. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും. അപ്പോൾ 5 ടീസ്പൂണ് മൈദപ്പൊടിയും 4 ടീസ്പൂണ് പാൽപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. 4 ടീസ്പൂണ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലെവൽ ചെയ്തിട്ടുള്ളതും ഹീപ്പ് ചെയ്തിട്ടുള്ളതും ടീസ്പൂൺ ഉണ്ടാകും. അതിൽ ഹീപ്പ് ചെയ്തിട്ടുള്ള ടീസ്പൂണിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അഥവാ നിങ്ങളടുത്ത് പാൽപ്പൊടി ഇല്ല എന്നാണെങ്കിൽ 5 ടീസ്പൂൺ മൈദപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ഒരു 6-7 ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പാൽപ്പൊടിക്ക് പകരം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വേവണ്ട. അങ്ങനെ വരുമ്പം ആ വെള്ളം മൊത്തം ക്യാരറ്റ് വലിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ മിക്സ്ചറിൽ ഒരുപാട് വെള്ളമാകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ചൂടാറിയ ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പോൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ചൂടാറിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ പുഴുങ്ങിയെടുക്കുന്നതിന് പകരം, ക്യാരറ്റ് പുഴുങ്ങുന്നതിന് പകരം സ്റ്റീം ചെയ്തിട്ടും ഞങ്ങൾക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് വേണ്ടത്. വല്ലാണ്ട് ലൂസും അല്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയുമില്ല. ആ ഒരു പരുവത്തിലാണ് നമുക്ക് മിക്സ്ചർ കിട്ടിയിട്ടുള്ളത്, ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടൊന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കൊന്നും വേണ്ടപ്പോൾ തന്നെ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം കേട്ടോ.
അപ്പോൾ ഇത് എൻ്റെ പുതിയ ഉണ്ണിയപ്പ ചട്ടിയാണ്. ഇൻകഹാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ സ്റ്റോറിനെ ഞാനിപ്പോൾ അടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ഉണ്ണിയപ്പ ചട്ടിയാട്ടത്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയാലും മതി. കാരണം ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അപ്പം നമ്മളത് ചൂടാക്കിയെടുത്താൽ നന്നായിട്ട് ചൂട് കുറേ നേരം നിൽക്കും. നമുക്ക് ഈ ഒരു സ്നാക്കിന് ഒരുപാട് ചൂട് വേണ്ട. എന്നിട്ട് നെയ്യൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്തൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ നെയ്യൊന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, എണ്ണയുടെ മീൻസ് ഈ ഒരു ചട്ടിയുടെ ചൂട് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. അധികം ചൂടില്ല. നമുക്ക് ഈ ഒരു സ്നാക്ക് വല്ലാണ്ട് ചൂടത്ത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ സ്നാക്ക് ഒന്നിനും പറ്റില്ല, മുകൾ ഭാഗം റെഡി ആവില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം മുകൾ ഭാഗം ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, കശുവണ്ടിയും അതുപോലെ കിസ്മിസും, അത് കുറേശ്ശെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് ഏകദേശം സെറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അടിയിലേക്ക് പോകും. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇത് റെഡി ആവാൻ കുറച്ച് സമയം പിടിക്കും. ഒരു 15 മിനിറ്റൊക്കെ എന്തായാലും പിടിക്കും. നമ്മൾ അത്രയും കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പം താഴേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ടാവില്ല. മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറുതായിട്ടൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. സ്പൂണൊന്നും യൂസ് ചെയ്യേണ്ട, അപ്പോൾ അതിൻ്റെ ഷേപ്പ് പോകട്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റായിട്ടുണ്ടാവും. പിന്നെ നമ്മളത് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ തൊട്ട് നോക്കിയാൽ മുകൾ ഭാഗം റെഡി ആവാത്ത പോലൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സെറ്റാകും. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും നെയ്യ് തടവിയ ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ആക്കിയെടുക്കുന്ന സമയത്ത് ഈ ചട്ടി നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ വേറെ ഒരു പാന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ ചൂടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്നാക്കിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ അത് അങ്ങനെ ഒരു ഫ്രൈങ് പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഫ്രൈങ് പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നേരിട്ടല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈങ് പാൻ വെക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിന് മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മുകൾ ഭാഗം ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പം കുറേ കുഴികളുള്ള ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പം 7 കുഴിയേ ഉള്ളൂ. അപ്പോൾ 7 സ്നാക്ക് ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടി ഉണ്ടാവും ചിലരുടെ അടുത്ത്. അപ്പോൾ അതാവുമ്പോഴും വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ പാൻ അടിയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് പോളൻ്റെ റെസിപ്പിയാണ്. പക്ഷെ നമ്മളത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. ക്യാരറ്റ് പോള ആകുമ്പോൾ നമ്മൾ ഒരൊറ്റ കേക്കായിട്ട് ഉണ്ടാക്കും. അത് കട്ട് ചെയ്തെടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. കാണാനും ഭംഗിയാണ്, കഴിക്കാനും നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്നൊരു ഫീലാണ് ഈ ഒരു സ്നാക്ക് കാണുമ്പോൾ. അത്രയും നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു സ്നാക്കാകും. കാരണം അത്രയും സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടിയിൽ പാൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അടിയിൽ ഞാൻ പാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് അടിഭാഗം ഈ ഒരു ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ടേസ്റ്റിലൊരു വ്യത്യാസം വരില്ല കേട്ടോ. ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് കരിഞ്ഞു പോയി എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഫ്രൈങ് പാൻ ഒന്നും വെക്കേണ്ട. നേരിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. എന്താ പറയുക, ക്യാരറ്റിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ക്യാരറ്റ് പോലൊക്കെ കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തായാലും മനസ്സിലാകും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ചായയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ക്യാരറ്റും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ.
ഞാൻ റോസിനോട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ റിനു അവിടെ ഉണ്ടായിരുന്നു. റിനുവിനോട് ഇരിക്കാൻ പറഞ്ഞപ്പം അവൾ ഡിമാൻഡ് ഇട്ടിട്ട് കഴിക്കുന്നില്ല, ഇപ്പം വേണ്ട, അത് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ മറ്റാൾ ടേസ്റ്റ് കണ്ടപ്പം, റോസു ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പം പിന്നെ ആൾക്ക് കൊടുക്കുന്നില്ല. ഒറ്റ ഇരിപ്പിൽ അത് മുഴുവൻ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇത് മുകളിൽ നമ്മൾ നട്ട്സ് ഒന്നും ഇടാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് നട്ട്സ് ഇടാണ്ടേയും തയ്യാറാക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നട്ട്സൊക്കെ ആകുമ്പോൾ കടിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ ഇങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ നട്ട്സ് ഇടുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. റെസിപ്പി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ടോ റെസിപ്പിയുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.